അത് ഒന്നാമത്തെ ഘട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ചൊല്ലലാണ്. അത് ചൊല്ലി 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 അതോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധിച്ച സ്വലാത്തുകളും അതുപോലെ ബന്ധിച്ചതൊക്കെ ഇങ്ങനെ ചൊല്ലി 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 ജീവിച്ച് ആ മനുഷ്യൻ ഒരു ഘട്ടം അങ്ങ് മാറുമ്പോഴേക്ക് പിന്നീട് ആ മനുഷ്യന്റെ നാവിൽ നിന്നും പറയുന്ന വചനമാണ് ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ്. അതും ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ മാന. രണ്ടാമത്തെ ഘട്ടമാണ്. അതുകൊണ്ടാണ് റാത്തീവിന്റെ തുടക്കത്തിൽ ഇല്ലല്ലാഹ് എന്ന് കേൾക്കൂല. ഏത് റാത്തീവിന്റെയും ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനുശേഷം ചൊല്ലിക്കുന്നതാണ് ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ്. അത് നമ്മൾ ചൊല്ലലല്ല നമ്മളുടെ ഘട്ടം മാറല്. നമ്മളുടെ ഘട്ടം മാറുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻഫിയാലൻ അത് ചൊല്ലുന്നതിലേക്ക് എത്തലാണ്. നമ്മളൊക്കെ ഇപ്പോൾ ആ ചെറിയ കുട്ടിപ്രായമാണ്. കുട്ടിപ്രായത്തിലുള്ളവർ നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുത്തനബി തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുക, 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വെക്കുക. അങ്ങനെയല്ല, ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കുന്നത് ഔലിയാക്കന്മാർ. ചൊല്ലിപ്പിച്ച് 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 ആ മനുഷ്യന്റെ ഒരു അവസ്ഥ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോ പിന്നെ ആ മനുഷ്യൻ പറയാനുള്ളത് ഇല്ലല്ലാഹ് 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 ഇല്ലല്ലാഹ്, ഈ റൂട്ടിലേക്ക് അങ്ങ് മാറും. ആ ഘട്ടം ആണ് ഒരു യഥാർത്ഥത്തിൽ ഒരു ചെറിയൊരു യുവത്വ പ്രായം, ആത്മീയമായിട്ടുള്ള യുവത്വ പ്രായം. അതിൽ നിന്നും അങ്ങ് മാറി നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഒരു SYS എത്തുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചും കൂടി ആത്മീയമായി കുറച്ചും കൂടി ഒരു പക്വതയിലേക്ക് വന്ന് റൂട്ടൊന്നങ്ങ് മാറുമ്പോ പിന്നെ ചൊല്ലുന്നതാണ് അല്ലാഹ് 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 അല്ലാഹ്. മൂന്നാമത്തെ ഘട്ടമാണ്. ഇതിൽ ഒരുപാട് ഇനങ്ങളുണ്ട് കേട്ടോ. വെറും ഇത് ഒന്നിൽ നിന്ന് നിൽക്കുന്നു എന്നല്ല, ഓരോന്നിലും വിശാലമായ ലോകവും വിശാലമായ ഘട്ടങ്ങളും വിശാലമായ അവസ്ഥകളുടെ ഡിഫറൻസുകളും ഉണ്ട്.